ശ്രീ ബാബു പറമ്പത്തിന്റെ ഹരിതഭവന വിശേഷങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു പേരാണ് നിറവ് വേങ്ങേരി. അതിൻ്റെ മുഖച്ഛയായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ബാബു പറമ്പത്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിരവധി മരങ്ങൾ, മനോഹരമായിട്ടുള്ള പൂക്കൾ, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ എല്ലാം വെച്ചുപിടിപ്പിച്ച് മുഴുവൻ സ്ഥലവും ഫലപ്രദമായി ഉപയോഗിച്ച് മതിലിൽ പോലും കൃഷി ചെയ്തുകൊണ്ടുള്ള ഈ മാതൃക തീർച്ചയായും കഴിഞ്ഞാലും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ജൈവമാലിന്യങ്ങൾ ഇവിടെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതിനകത്തേക്ക് നിക്ഷേപിക്കും. രാവിലെയും വൈകിട്ടും 3/4 മണിക്കൂർ വീതം കത്തിക്കാനുള്ള ഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും കൊതുക് ശല്യം പറയാറുണ്ട്, അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ വലയിട്ട് മൂടാം, പിന്നെ ഇതിനകത്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. കൂടാതെ മുട്ടത്തോട് പോലെയുള്ളത് പൈപ്പ് കമ്പോസ്റ്റിലേക്കാണ് മാറ്റുന്നത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്രോ MCFലേക്ക് മാറ്റും. വീട്ടിൽ കഴിവതും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളാണ് ഞങ്ങൾ അടുക്കളയിൽ പരമാവധി ഉപയോഗിക്കുന്നത്. ഈ ഹരിതഭവനത്തിൽ ഒന്നും പാഴ്വസ്തുക്കളല്ല, പഴയ തുണികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചവിട്ടികളാണ്. പഴയ വസ്ത്രങ്ങളുടെ പല ഭാഗങ്ങൾ കൊണ്ട് വെട്ടി നിർമ്മിച്ച വോൾ ഹാങ്ങറാണിത്. വീട്ടിൽ തന്നെ ഒരു മൈക്രോ MCF ഏതൊരു സ്ഥാപനത്തിലും വീട്ടിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാവുന്ന ഒന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാതൃക അവതരിപ്പിക്കുന്നത്. ഈ മൈക്രോ MCF 4 അറകളാണ്. ഇതിനുള്ളിൽ 8 സഞ്ചികളുണ്ട്. 8 സഞ്ചികളിലായിട്ടാണ് ഓരോ ഇനം വസ്തുക്കളും തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടലുകൾ, പേപ്പറുകൾ, മെറ്റൽ സാധനങ്ങൾ, ചെരുപ്പ്, ചില്ല്, മരുന്നിൻ്റെ സ്ട്രിപ്പുകൾ, ഇലക്ട്രോണിക്സ് വസ്തുക്കൾ. പാഴ്വസ്തുക്കൾ വൃത്തിയായി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൈമാറാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞങ്ങൾ കാണുന്നത്. മഴവെള്ളം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. പുരപ്പുറത്ത് നിന്നും വെള്ളം വീഴുന്ന സ്ഥലം കണക്കാക്കി വീടിനു ചുറ്റും ചാലുകൾ എടുക്കുകയും ഇതിൽ വെള്ളാരം കല്ലുകൾ നിറച്ചും മുറ്റത്ത് വിടവുകൾ നൽകി കല്ലുകൾ പാകിയുമാണ് ജലസംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ളത്. ഈ വീട്ടിലെ ഒരിക്കലും വറ്റാത്ത കിണർ ഈ ജലസംരക്ഷണത്തിന്റെ പ്രതിഫലനമാണ്. എല്ലാ കാലത്തും ഇവിടെ പച്ചക്കറി ലഭിക്കത്തക്ക രീതിയിൽ വലിയൊരു ക്രമീകരണം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 1.5 സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഈ പ്രത്യേക തരത്തിലുള്ള പന്തലുകളും ജലസേചന സൗകര്യങ്ങളും ഒരുക്കിയത്. ഇതിലെക്കാലവും ഇവിടെ പച്ചക്കറി ഉണ്ടാവും. കൂടാതെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, അവിടെയും പന്തലൊരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളതും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഈ വീട്ടിൽ ഉറപ്പാക്കുന്നു. പയറ്, വെണ്ട, വഴുതിന, തക്കാളി, പച്ചമുളക്, പാവൽ, കോവൽ, ചേന, ചേമ്പ് തുടങ്ങി 28ഓളം പച്ചക്കറി ഇനങ്ങൾ വിവിധ സീസണുകളിലായി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലായി ലഭിക്കുന്ന പച്ചക്കറികൾ എന്താണ് ചെയ്യുന്നത്? അയൽവാസികൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുകൂടാതെ നിറവിൻ്റെ ഔട്ട്ലെറ്റിൽ കൊടുത്ത് ഞങ്ങളൊരു വരുമാനവും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത കൃഷിക്കുള്ള വിത്തുകളും ഞങ്ങളിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു പോഷകത്തോട്ടം എന്ന നിലയിൽ പച്ചക്കറി വിളകളോടൊപ്പം തന്നെ വിവിധ ഇനം ഫലവർഗ്ഗങ്ങൾ, മാവ്, പ്ലാവ്, സപ്പോട്ട, വിവിധ ഇനം വാഴകൾ, പപ്പായ, വൈറ്റമിൻ സിയുടെ കലവറയായ വെസ്റ്റ് ഇന്ത്യൻ ചെറി, പേര, ചാമ്പ, ലിച്ചി തുടങ്ങിയവയും ഈ ഹരിതപുരയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തെച്ചി, മുല്ല, നന്ദ്യാർവട്ടം, അരളി, രാജമല്ലി, പിച്ചകം തുടങ്ങിയവ ഈ ഹരിതമുറ്റത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇലഞ്ഞി, മന്ദാരം, അശോകം, വേപ്പ്, കണിക്കൊന്ന, വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ ഇത് ഈ ഹരിതഭവനത്തെ ഒരു കാർബൺ ന്യൂട്രൽ പുരയിടം കൂടി ആക്കി മാറ്റുന്നു. ഒരുപാട് മരങ്ങൾ, ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒരു പുരയിടമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഇത് വീടിനെയും വീടിൻ്റെ ചുറ്റുപാടിനെയും കാർബൺ ന്യൂട്രൽ ആക്കാനാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഇന്ന് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ കാർബൺ ന്യൂട്രൽ നഗരസഭ എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ ഒരു കാർബൺ ന്യൂട്രൽ പുരയിടം, ഒരു കാർബൺ ന്യൂട്രൽ ഭവനം എന്നൊരാശയം മുന്നേ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ്. ഹൃത്തിക് എങ്ങനെയൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു? ഞാനും ഈ അച്ഛനും അമ്മേനും ഒപ്പം ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ.
ഏവർക്കും അനുവർത്തിക്കാവുന്ന ഒരു ഹരിതഭവനത്തിൻ്റെ നല്ലൊരു മാതൃക കണ്ട സന്തോഷ നിറവിലാണ് നിങ്ങളുടെ മേട എന്ന ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇത് ഞങ്ങൾക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്തിയതിലുള്ള സന്തോഷവും നന്ദിയും ഞങ്ങൾ ഹരിത കേരള മിഷന് വേണ്ടി അറിയിക്കുന്നു.